ആഹാ, മുട്ടയും ഉണ്ടോ? എന്നതാ പേര് പറഞ്ഞേ? ബിരിയാണി. എന്നാ ഒരു മുടിഞ്ഞ പേരാ, ബിരിയാണിയെ? അതെ, ബിരിയാണി തന്നെ. ഇന്ന് നമ്മളുടെ സ്പെഷ്യല് നല്ല അടിപൊളി ബിരിയാണി. എന്റെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. എന്നെ ഈ കുക്കിങ്ങിന്റെ ലോകത്തേക്ക് കൊണ്ടുവന്നത് തന്നെ ചിലപ്പോൾ ഈ ബിരിയാണിയോടുള്ള പ്രണയമായിരിക്കും. അത്രയും ആത്മവിശ്വാസത്തോടെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ഫുഡ് ഐറ്റം ആണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. ഈ ബിരിയാണിയുടെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണണം മറക്കാതെ. ഇതിൻ്റെ കൂടെ അതിൻ്റെ ലിങ്കും ഞാൻ ഇടുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ബിരിയാണി തിളങ്ങി നിന്ന ഒരു സമയത്ത് കല്യാണ വീടുകളിലും ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ട കിട്ടും. എത്ര നമ്മൾ പുഴുങ്ങിയ മുട്ട വേറെ കഴിച്ചാലും ആ ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാ അല്ലേ? ഞാനിപ്പോൾ അടുത്ത് ഒരു സിനിമയുടെ സീന് കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് അത് ഓടി വന്നത്. ഒരു നൊസ്റ്റാൾജിക് ഫീല്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഉരുത്തിരിഞ്ഞതാണ് ഈ ബിരിയാണി ഐഡിയ. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ഫുൾ വീഡിയോ കാണണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് പോവുകയും ചെയ്യണം. തുടർന്നും വീഡിയോകൾ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫുൾ വീഡിയോ കാണണേ.